ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ലൊക്കേഷനിൽ 6 സെൻറ്റിൽ ഒരു 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വീടാണ്. താഴെ 2 ബെഡ്റൂമും കിച്ചണും ഡൈനിങ് ഏരിയയും കൂടാതെ മുകളിൽ അതുപോലെ 2 ബെഡ്റൂമും കിച്ചൺ ഡൈനിങ് ഏരിയ വരുന്ന വീടാണ്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അതുപോലെ വേറൊരു ഡ്രൈവ് ചെയ്യണം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത ഫാമിലി താമസിക്കുന്ന വേറെ റോഡുണ്ട്, അവിടെയും കാർ പോർച്ചുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ 4 ബെഡ്റൂമും 2 കിച്ചണോ വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ്. ഇവിടെയുള്ള ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്താണ് വീട്ടിലേക്കുള്ള ദൂരം. പിന്നെ ഇവിടെ 2 കാറ് പാർക്ക് ചെയ്യുക, മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്ലാന്റ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് നോക്കുവാണെങ്കിൽ അതിലും വേറെ ഡ്രൈവേ ആണ്, അവിടെയും കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെയും ഇതുപോലെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഈ മുകളിലത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്, വലിയ സ്റ്റെപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വലിയൊരു ഡോർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൊഫൈൽ ചാനലും കൊടുത്തിരിക്കുകയാണ്. ഈ ഭിത്തിയിലെല്ലാം ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്ന് നേരെ വരുന്ന വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ലിവിങ് ഏരിയ നോക്കുമ്പോൾ നല്ല സ്പേസ് ലിവിങ് ഏരിയ ആണ്. ഇവിടെ എല്ലാം നമുക്ക് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ വുഡ് തീമിലുള്ള ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ് വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 സൈസാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സർഫസ് ലൈറ്റ് കാണാം. അതുപോലെ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം GM എന്ന ബ്രാൻഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയ്ക്ക് വന്നാൽ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ഡൈനിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടും സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിൽ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ ആയിട്ടും വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് തീമിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ആർച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള കിച്ചനാണ്. ബേസ് ക്യാബിനറ്റ് കാണാം, അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ടും ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ബേസ് ക്യാബിനറ്റ് കാണാം. ഇവിടെയും ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്രാനൈറ്റ് ആൻഡ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് അതുപോലെ തന്നെയാണ്. ഇതിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഫോയറിൽ നിന്നാണ് 2 റൂമിലേക്ക് പോകുന്നത്. ഈ 2 ഭാഗത്തെ റൂം കാണാം. അത് ഈ ഫോയറിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂമാണ്. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കളർ വേണമെങ്കിൽ വേറെ കളറിലേക്ക് മാറ്റി തരുന്നതാണ്. ഇവിടെ ആയിട്ട് സിമ്പിളായിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് വാമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കളറിലേക്ക് മാറ്റി തരുന്നതാണ്. ഇവിടെ എല്ലാം വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ സെറ എന്ന ബ്രാൻഡാണ്. അതുപോലെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈവർട്ടൊക്കെ ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിന് യൂസ് ചെയ്തിരിക്കുന്ന ടേബിൾ ടോപ്പാണ്. അത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയും വരുന്ന റൂമാണ്. മുകളിലും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും വാമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭിത്തിക്ക് വേറെ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടൈൽസ് ഈ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫോണോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് സ്ക്രാച്ച് ഉണ്ടാവത്തില്ല. പിന്നെ അത് മാത്രമല്ല വൈപ്പ് എടുക്കാം, നമുക്ക് തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിന് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റോറേജ് സ്പേസ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ ജാഗ്വാറാണ്. സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി സെറയുടെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടേബിൾ ടോപ്പാണ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ ഒരു ഫാമിലി താമസിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് റെൻറ്റ് കൊടുത്ത് താമസിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയ കാണുന്നത് ഇത് മുകളിൽ മാത്രമാണ്. അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് സ്പേസ് ഉണ്ട്. ഈ ഫോയർ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെയും മുകളിലായിട്ട് ഒരു പർഗോള പോലെ കൊടുത്തിട്ട് അവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാം, റൂഫ് ടോപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തെ കാഴ്ചകളിലേക്ക് പോകും.
ഇവിടെ സ്റ്റെപ്പ് വരുമ്പോൾ ഇവിടെ എല്ലാം പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മുകളിലൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ക്ലോസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ഹാൻഡ് റെയിൽസ് എല്ലാം വുഡ് തീമിലുള്ള ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഫുള്ള് സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഡോർ ഇവിടെയാണ്, ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ സ്പേസ്ഫുൾ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നേരെ വരുന്നത് സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വരുന്നത് സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് ഏരിയ നോക്കുവാണെങ്കിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊത്തത്തിൽ ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗവും അതുകൂടാതെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡ് ഭാഗം മുഴുവനായിട്ടും ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വരുവാണെങ്കിൽ വേറെ റോഡാണ് ഫ്രണ്ടിലേക്ക്, അതായത് വീടിൻ്റെ മുകളിലേക്ക് വേറെ റോഡും ഇങ്ങോട്ടേക്ക് വേറെ റോഡുമാണ്. അപ്പോൾ ഇതുവഴി ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വണ്ടി അകത്തേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ ആയിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 2 വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വെള്ളത്തിന് ഇവിടെ കിണറും പ്രത്യേകിച്ച് മോട്ടോർ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലാറ്റിലേക്ക് കാണുന്ന പോലെ ഈ താഴെയായിട്ട് 2 കാറിലേക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വേറെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ വീട്ടിലെ അകത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മുകളിലത്തെ വീടും താഴത്തെ വീടും പ്രത്യേകിച്ച് തന്നെയാണ്, പ്രത്യേകിച്ച് TC വരുന്നത്. അപ്പോൾ മുകളിൽ കയറുന്ന ആ വഴിക്കും നമുക്ക് താഴെ വരുന്നത് ഈ വഴിക്കാണ്. അപ്പോൾ ഇത് നേരെ വരുന്നത് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. വലിയ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, നിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ട ലിവിങ് ഏരിയ ആണ്. TV യൂണിറ്റും അതുപോലെ സിമ്പിളായിട്ടുള്ള സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഇത്രയും സ്പേസുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയും 4x2 സൈസുള്ള വെറ്റിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വാഷ് ബേസിനും ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടൗൺ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇനി ഇവിടെ പെബിൾസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫിഷ് പോണ്ട് പോലെ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെയും സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുന്ന മൊത്തത്തിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. മുകളിലത്തെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു, ഇത് ക്ലോസ്ഡ് കിച്ചണാണ്. ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൻറ്റി സ്കിഡാ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്തേക്കുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും മിഡ് ആയിട്ടുള്ള ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയും ഗ്രാനൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇനി 2 റൂമുകളോടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോകും. നമ്മൾ മുകളിൽ കണ്ടുപോലെ തന്നെയാണ് ആ റൂമിലേക്കുള്ള ഫ്ലോയറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പോയിന്റ് ലൈറ്റും അതുപോലെ പർഗോളകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരും. ഈ റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിലും മുകളിൽ കണ്ടതുപോലെ തന്നെയാണ്. 13 അടി നീളവും 11 അടി വീതിയുള്ള റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗ്രാനൈറ്റിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവില്ല. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വൈപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 8 ഇഞ്ച് സിമെൻറ്റ് ബ്ലോക്കാണ്. അതാണ് ഇത്രയും വിട്ട് കിട്ടുന്നത്. മുകളിൽ 6 ഇഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ്, അതായത് വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് വെച്ചിരുന്നതാണ്. ഇത് വലിയ ഒരു വാഷ്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം ജാഗോർ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സെറ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടേബിൾ ടോപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അല്ലെങ്കിൽ ടോട്ടലി നോക്കുവാണെങ്കിൽ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇനി അടുത്ത റൂമിലേക്ക് ഫോയറിൽ വരുമ്പം ഈ ഒരു ഭാഗത്തൊരു DB കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ്. താഴെ മുകളിൽ പ്രത്യേകിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചിട്ടില്ല. താഴെ മുകളിൽ പ്രത്യേകിച്ചുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. അതായത് ഈ റൂമിലേക്കുള്ള വാഷ്റൂം തന്നെയാണത്. ഇവിടെ ഫിറ്റിങ്സ് എല്ലാം ജാഗോറും സെറോ യൂസ് ചെയ്തിരിക്കുന്നത്, നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാഷ്റൂം ഇതാണ് വരുന്നത്. വാസ്തു പ്രകാരം ഇങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്. സ്പേസിന് യാതൊരു വ്യത്യാസമില്ല. 13 അടി നീളവും 11 അടി വീതിയുള്ളത് തന്നെയാണ്. അതുപോലെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സർഫസ് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ 6 സെൻറ്റ് ലാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ 6 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് മുകളിൽ താമസിച്ച് താഴെ വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ താഴെ താമസിച്ച് മുകളിൽ വാടകയ്ക്ക് കൊടുക്കാം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കുന്നവർക്കും അല്ലെങ്കിൽ 2 ഫാമിലിയായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വീടാണ്. ഈ വീട്ടിൽ നിന്ന് കാര്യവടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം. ടെക്നോ പാർക്കിൻ്റെ ബാഗേറ്റിലേക്ക് പോകാൻ സൗകര്യമാണ്. ഇവിടെ കഴക്കൂട്ടം ജംഗ്ഷൻ, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ സൗകര്യം ലൊക്കേഷനിലാണ്. ഇവിടുന്ന് ബസ് റൂട്ടിലേക്കാണെങ്കിൽ 200 മീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ 6 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ ഈ 2 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,05,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം.